നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ക്ഷേത്രത്തിൽ വെച്ച് ലളിത ഓരോ കുത്തുവാക്കുകളൊക്കെ പറയാണ് ഭാസ്കരനെയും സുഭാഷിനെയൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും സഹിക്കാൻ പറ്റിയില്ല സുധീഷിനൊന്നും. കാരണം ഇവിടെ വന്ന എല്ലാവരുടെ മുന്നിട്ട് മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഭാസ്കരൻ ഒരു കൊലക്കേസ് പ്രതിയാണ്, സ്വന്തം ഭാര്യയെ കൊന്നാന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേനും മണി ചോദിച്ചു, സത്യമാണോ ഭാസ്കരേട്ടെ കേൾക്കണേന്ന് ചോദിച്ചു. ഭാസ്കരനാണെങ്കിൽ ആകെപ്പാടെ ദേഷ്യവും സങ്കടമായി. ഭാസ്കരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് ഓർത്തോണ്ട് അതെ മണിച്ചേണ്ട അതൊന്ന് കേർത്ത് അതൊന്നും കേട്ട് ഭയപ്പെടുമൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഓ ഞാനങ്ങോട്ട് പേടിച്ചു പോയി. അല്ലെങ്കിൽ എനിക്ക് ഭാസ്കരേട്ടനെ അറിയാം, ഭാസ്കരേട്ടൻ ആളൊരു പാവമാന്നൊക്കെ പറഞ്ഞു. ലളിതയ്ക്കാണ് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും കാലം ഇവരിവിടെ വന്നിട്ടൊന്നുമില്ല, പക്ഷെ പെട്ടെന്നാണ് വന്നിരിക്കുന്നത്. എന്തിനാ വന്നേ? അതും എല്ലാവരും കുടുംബം അടച്ച് വന്നിരിക്കുന്നു. അതൊക്കെ ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മണി പിറ്റേ ദിവസം നടക്കുന്ന പൂജയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നാളെ ഒരു വിശേഷാൽ ദിവസമാണ്. നാളത്തെ ദിവസം ഇവിടെ കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലളിത പറഞ്ഞു, അതിന് അവിടെ ആര് പൂജ ചെയ്യാനായിട്ടാ? അവിടെ പെണ്ണുങ്ങളില്ലോ, പെണ്ണുങ്ങൾ ചെയ്യേണ്ട പൂജയും കാര്യങ്ങളും വഴിപാടുകളൊക്കെ പെണ്ണുങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുമാതിരി കളിയാക്കുവാണ് ഭാസ്കരൻ്റെ കുടുംബത്തെ. അപ്പോഴേക്ക് സുധീഷിനും സുഭാഷിനും ഒക്കെ വിഷമായി. സുഭാഷ് പറഞ്ഞു, അല്ല മണിച്ചേട്ടാ, പെണ്ണുങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പൂജകളല്ലാതെ ആണുങ്ങൾ ചെയ്യുന്ന പൂജകളൊന്നുമില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആണുങ്ങൾ നടത്തുന്ന വഴിപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്തൊക്കെ സുഭാഷിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. നീതി പറഞ്ഞു, അതെന്തിനാ, ഞാൻ ചെയ്തോളാം, ഞാനുണ്ടല്ലോ, കാരണം കുടുംബത്തിൽ ഇതിലും പെൺകുട്ടി മതിയല്ലോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിധി അത് ഏറ്റെടുത്തു. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് പോന്നു. പക്ഷേ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ലളിതയ്ക്ക്. കാരണം നിധി അത് ഏറ്റെടുത്തൊക്കെ ലളിതയ്ക്ക് നിധിയോട് ദേഷ്യമായിരുന്നു താനും. വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, നീ എന്തിനാ അതൊക്കെ കേൾക്കാൻ പോയത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നേ? നമ്മൾ വന്നിട്ട് പൂജകളും വഴിപാടുകളൊക്കെ നടത്തി പോവാനല്ലേ, തൊഴുത് പ്രാർത്ഥിച്ച് മടങ്ങുക, അത്രമാത്രം. അല്ലാതെ വേറൊന്നില്ലേ നമ്മൾ തലയേറേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അത് പിന്നെ എൻ്റെയും കൂടെ കുടുംബമല്ലേ സുധീഷേ, അപ്പം പിന്നെ ഞാൻ വേണ്ടേ? ഇപ്പോൾ കുടുംബത്തിൽ പെണ്ണായിട്ട് ഞാനല്ലേ ഉള്ളതെന്നൊക്കെ പറഞ്ഞു. സുധീഷ് പറഞ്ഞു, എന്നാലും അതെ എന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പക്ഷെ നാളത്തെ വഴിപാടുകളും കാര്യങ്ങളും എന്താണെന്നും അറിയത്തില്ല, അതോർത്തിട്ടൊരു ടെൻഷൻ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ തന്നെ എഴുന്നേറ്റ് സുഭാഷ് എന്ത് ചെയ്തു, ചായയൊക്കെ വെച്ച് സുധീഷിനും ഹരീഷിനും ഒക്കെ കൊണ്ടു കൊടുത്തു. ആ സമയത്താണ് സുനന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. സുനന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, അതെ ഒരു ചായ എടുത്ത് തരട്ടേന്ന് ചോദിച്ചു. വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ രാവിലെ ചായ കുടിച്ചായിരുന്നു, അമ്മ എനിക്ക് ചായ വെച്ച് തന്നായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ചാന്ദിനി വന്നു. ചാന്ദിനി വന്നിട്ട് ചൂടുവെള്ളം വരുന്നില്ലെന്ന് പറയണം ബാത്റൂമിൽ. വരുന്നില്ലേ? അപ്പം ഞാൻ രാവിലെ കുളിച്ചാണല്ലോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും സുനന്ദയും കൂടെ അങ്ങോട്ട് ചെന്നു. സുനന്ദ എന്ന് കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഓഫായി കിടക്കുമായിരുന്നു. അതായത് ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതെ ഇത് ഓണാക്കാത്തതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, സ്വിച്ച് ഓണായി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ചാന്ദിനി അങ്ങോട്ട് നടക്കണം. ബാത്റൂമിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ചാന്ദിനി അവിടെ വെള്ളം കുറച്ച് കിടപ്പുണ്ടായിരുന്നു. വെള്ളത്തെ തെന്നി വീഴാൻ തുടങ്ങിയപ്പോൾ കൃത്യസമയത്ത് തന്നെ സുഭാഷ് അത് കണ്ടു. സുഭാഷ് പെട്ടെന്ന് ചാന്ദിനിയെ കയറി പിടിച്ചു. സുഭാഷ് പിടിച്ചുകൊണ്ട് മാത്രം ചാന്ദിനി വീണില്ല, സുഭാഷിൻ്റെ കൈകളിലേക്കാണ് ചാന്ദിനി വന്ന് വീണേ. ഒരു നിമിഷം സുഭാഷിൻ്റെ ചാന്ദിനിയുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് സുനന്ദ. ഈ സമയം സുഭാഷിന് പെട്ടെന്നൊരു ചമ്മലുണ്ടായി. സുഭാഷ് പറഞ്ഞു, അത് പിന്നെ വീഴാൻ പോയപ്പോൾ ഞാൻ കയറി പിടിച്ചാന്ന് പറഞ്ഞു, ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു പറഞ്ഞു. താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി ചാന്ദിനി. ആ സമയം പെട്ടെന്ന് തന്നെ അവിടെ കിടന്നൊരു തുണി എടുത്തിട്ട് ആ തുടയ്ക്കാൻ തുടങ്ങുവാണ് സുഭാഷ്. അത് കണ്ടപ്പോൾ സുനന്ദ പറഞ്ഞു, സുഭാഷ് ഏട്ടാ അതവിടെ കിടന്നോട്ടെ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. വേണ്ട ഞാൻ തുടച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സുനന്ദ അങ്ങോട്ട് പോകുമ്പോഴത്തേനും നികേഷ് അങ്ങോട്ടേക്ക് വന്നു. നികേഷ് വന്നിട്ട് എന്താന്ന് ചോദിച്ചു. അല്ല ഈ ചാന്ദിനി ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കണം. അപ്പം ചാന്ദിനിയോട് ഇതിനു മുമ്പ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാന്ദിനി പറഞ്ഞ കാര്യങ്ങളൊന്നും ഹിന്ദിയല്ലേ പറഞ്ഞു, ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സുനന്ദയ്ക്ക്. എന്താ ഏതാ കുറേ സമയം സംസാരിച്ചു ചാന്ദിനി, പക്ഷേ ചാന്ദിനി പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് നികേഷിനോട് ചോദിക്കുന്നത്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അത് അവിനാശയുടെ പെങ്ങളാണ്, പിന്നെ കാര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം സുനന്ദ പറഞ്ഞു, അല്ല ഞാൻ നോക്കിയിട്ട് സുഭാഷയാണ് നല്ല ജോഡിയാണ്, രണ്ടുപേരും കൂടെ ചേരുമെന്ന് പറഞ്ഞു. ചേരുമെന്നോ? കൊള്ളാം, രണ്ടുപേരും രണ്ട് ഭാഷയാണ്, ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ മിണ്ടാതിരിക്കേണ്ട വരുമെന്ന് പറഞ്ഞു. അതെന്താ? അതങ്ങനെയാ, നിനക്കൊന്നും മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു. സുനന്ദ പറഞ്ഞു, എന്നാലും എനിക്കിഷ്ടപ്പെട്ടു, രണ്ടുപേരും നല്ല ജോഡിയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. ഈ സമയത്ത് ഹരീഷും അതുപോലെ തന്നെ
പിന്നെ ഭാസ്കറിൻ്റെ കുടുംബം വീട്ടിലില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അഖിലൊരു പണി പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അവർ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ നീതുവിൻ്റെ വിവാഹം നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തി. കാരണം ഈ പറയുന്ന അഖിലിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനറിയായിരുന്നു ഹരീഷുമായിട്ടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ നീതുവിന്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ ഈ ബന്ധത്തിന് സമ്മതിച്ചത്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരോട് ഇതിനെക്കുറിച്ചൊരു സൂചന നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്, ഈ കല്യാണത്തെക്കുറിച്ചൊക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രൻ പറഞ്ഞു, എടാ അതിന് നീതു സമ്മതിക്കുമോ? അവൾ അറിഞ്ഞ ക്ഷേത്രത്തിലേക്ക് പോലും വരില്ല. ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛ അതിന് അവളോട് അത് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകണ്ട. വേറെന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതി. എടാ പ്രശ്നമാകുമോ? അവളുടെ സ്വഭാവം അറിയാലോ. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മ പറഞ്ഞു, മുമ്പത്തെ കാര്യം അറിയാലോ, അവൾ പോലീസിനെ വരെ വിളിച്ചു, പോലീസ് വരെ വന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായതാ. എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. ഇനിയിപ്പോൾ അവളുടെ ഇഷ്ടമില്ലാതെ വിവാഹം നടത്തുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവൾ വല്ല കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു. നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ഡേ അച്ഛനും അമ്മ ഇങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അവൻ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ നടത്തണം, അവളുടെ വിവാഹം നടത്തണം. അല്ലെങ്കിൽ നമുക്ക് ഇനി ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് പേടിക്കേണ്ടതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എടാ അതിന് അവൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞു. അവൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എടാ അതല്ലടാ ഇത്ര ഇടിപിടിയെന്ന് അവർക്ക് എന്തെങ്കിലും ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ കാണുമോ? അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവനൊരു ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ചന്ദ്രൻ പറഞ്ഞു, ബൈക്കെങ്കിൽ ബൈക്ക്, എൻ്റെ ഓട്ടോറിക്ഷ പണയപ്പെടുത്തിയാണെങ്കിൽ ഞാൻ അവന് ബൈക്ക് മേടിച്ച് കൊടുത്തോളാം. അത് കേട്ടപ്പോഴത്തേനും അഖിൽ പറഞ്ഞു, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ, ആദ്യം വിവാഹം നടക്കട്ടെ, അതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് തീരുമാനിക്കാം. പിന്നൊരു കാര്യം, അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരേണ്ട ഡ്യൂട്ടി നിങ്ങളുടെയാന്ന് പറഞ്ഞു. എടാ ഞങ്ങൾ എങ്ങനെയാടാ അവളെ അതും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നേ? എന്ത് തന്നെയാണല്ലോ ശരി, വിളിച്ചുകൊണ്ട് വന്നേ മതിയാവുള്ളൂ, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതേ ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ എന്നോട് വന്ന് കിടന്നിട്ട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹരീഷിൻ്റെ പിന്നാലെ അവൾ പോയെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴാണ് അതിനുള്ള സമയം, പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. വല്ലാതെ പെട്ടുപോയി, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. ഒടുവിൽ ശരിയെന്ന് പറഞ്ഞു, ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അതിനുശേഷം നീതുവിൻ്റെ അമ്മ നീതുവിനെ വിളിക്കാണ്ട് മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. ഇതേ സമയത്ത് നീതു ഹരീഷിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരീഷിനോട് പറഞ്ഞു, എനിക്കും വരണമെന്നുണ്ടായിരുന്നു കുടുംബക്ഷേത്രത്തിലേക്ക്, പക്ഷെ എന്ത് ചെയ്യാനെന്ന് പറ, അടുത്ത വർഷം എന്താണെങ്കിലും ഞാൻ വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, ഇവിടെയൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാവോ, സുധീഷ് ഏണ്ണും അതുപോലെ നിധി അടുത്തേയും കൂടെ അവിടെയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും നീതു പറഞ്ഞു, എനിക്കും അത് കേട്ട് കഴിയുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. എന്താണ് ഒരു കാര്യം ഉറപ്പിച്ചോ, അടുത്ത വർഷം ഇനി ഉറപ്പായിട്ട് ഞാനും വരുമെന്ന് പറഞ്ഞു. എന്ത് തന്നെയാണെങ്കിലും ശരി. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മ വന്നിങ്ങനെ കഥയെ മുട്ടുവാണ്. നീതു തുറന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മുട്ടുന്ന കേട്ടപ്പോഴത്തേനും നീതു പറഞ്ഞു, അമ്മ വന്ന് കഥയെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ ഹരീഷ് ചേട്ടാന്ന് പറഞ്ഞു. എങ്കിൽ ശരിയെന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അങ്ങനെ നീതു വന്ന് കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ അമ്മ പറഞ്ഞു, നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു? ഞാൻ ഹരീഷ് ചേട്ടനെ ഫോൺ ചെയ്യുമായിരുന്നു. നീ ഒരു കാര്യം ചെയ്യുക, പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറഞ്ഞു. എന്തിന്? എങ്ങോട്ട് പോകാനായിട്ട്? അതെ ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിലോ? ഇപ്പോഴെന്താ ക്ഷേത്രത്തിൽ? അത് നിൻ്റെ പേരിൽ കുറച്ച് പൂജകളും വഴിപാടുകളൊക്കെ നടത്താനുണ്ടെന്ന് പറഞ്ഞു. അതെ എനിക്ക് പൂജകളും വഴിപാടുകളൊന്നും വേണ്ട, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എടി മര്യാദയ്ക്ക് പറയുന്ന അങ്ങോട്ട് അനുസരിക്കാൻ പറഞ്ഞു. അമ്മേ എന്ത് പരിപാടി കാണിക്കണേ, നിന്നോട് പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒടുവിൽ നീതു പറഞ്ഞു, ശരി അതെ ഈ സാരി ഉടുത്തോണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. സാരിയും കൂടെ അങ്ങ് കൊടുത്തു. ഇതെവിടുന്നാ? ഇത് പുതിയ സാരിയാ, പൂജകളും വഴിപാടുകളും ഉള്ളതല്ലേ, അപ്പം നീ പുതിയ സാരി ഉടുത്തോണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. നീതുവിന് അത്ഭുതമായിരുന്നു. ഇത് കൊള്ളാലോ എന്ന് ഓർത്തു. അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ് നീതു. അങ്ങനെ നീതു ഒരുങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നീതുവിൻ്റെ അമ്മ ചന്ദ്രനോട് പറഞ്ഞു, അതെ എങ്കിൽ നമുക്ക് ഇറങ്ങാൻ ചന്ദ്രേട്ടാന്ന് ചോദിച്ചു. ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയ്ക്കാണ് അവർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോഴും നീതുവിന് അറിയില്ല തനിക്കിട്ടുള്ള പണിയാണ് വരാൻ പോകുന്നതെന്ന്. തൻ്റെ കല്യാണമാണ് ഇന്നെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു കാരണവശാലും നീതുവിനൊരു സംശയം പോലും തോന്നാൻ പാടില്ല എന്നൊരു രീതിയിലാണ് നീതുവിനെ കൊണ്ട് അവർ പോകുന്ന ക്ഷേത്രത്തിലേക്ക്. ഈ സമയത്ത് അഖിൽ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞപ്പം അഖിലിൻ്റെ കൂട്ടുകാരൻ അവിടെ തയ്യാറായി. കുറച്ച് കൂട്ടുകാരന്മാരും ഉണ്ടായിരുന്നു. അഖിൽ വന്നിട്ട് പറഞ്ഞു, അളിയ ഓക്കെ അല്ലേ, നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അല്ല നിൻ്റെ വീട്ടുകാരെ അവരൊക്കെ ഇപ്പം ഇങ്ങ് എത്തിക്കോളൂ എന്ന് പറഞ്ഞു. എടാ അവൾ സമ്മതിക്കാതെയൊന്നും ഇല്ലല്ലോ ഇല്ലേ, ഇനിയിപ്പോൾ അവൾ ഈ വിവാഹം വേണ്ടെന്ന് പറയുക? അങ്ങനെയൊന്നും ഇല്ലെന്നേ, അവൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമായിരിക്കും, അവൾ എതിരൊന്നും പറയില്ല.
കണ്ടു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ വിവാഹം ഒന്ന് നടക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു. അവൾ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം. അവനെ ഇഷ്ടമാണെന്നായിരിക്കും. പക്ഷെ അതെനിക്കറിയാവുന്ന കാര്യമല്ലേ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ടടാ. ഞാൻ ഉറപ്പായിട്ടും അവളുടെ കഴുത്തിൽ നിന്ന് താലി കെട്ടുമെന്ന് പറഞ്ഞു. ഈ സമയത്താണ് ഓട്ടോറിക്ഷ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഓട്ടോറിക്ഷയ്ക്കകത്ത് നീതുവും അതുപോലെ നീതുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇറങ്ങുവാണ്. നീതു അങ്ങോട്ട് വന്നു. കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നീതു ഓർത്ത് ക്ഷേത്രമല്ലേ, പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്നായിരിക്കും. അപ്പോഴാണ് അഖിലിൻ്റെ കൂട്ടുകാരൻ നേരെ കല്യാണ വേഷത്തിൽ നിൽക്കുന്നത്. ഇതെന്താമ്മേ, അഖിലേൻ്റെ കൂട്ടുകാരനാണല്ലോ, കല്യാണ വേഷത്തിനാണല്ലോ എന്ന് പറഞ്ഞു. ഓ, ഇന്ന് അവൻ്റെ കല്യാണമാണെന്നോ തോന്നിയെന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നീതു അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ഇന്ന് കല്യാണമാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാലോ, കൺഗ്രാസ് എന്നൊക്കെ പറഞ്ഞു. അല്ല, പെണ്ണ് എവിടെയാന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അവന് നീതുവിനെ നോക്കുവാണ്. പക്ഷെ നീതുവിനെ അറിയില്ലല്ലോ താനാണ് പെണ്ണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. നാളെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്തായി തീരും നമുക്ക് കണ്ടറിയണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.